The Diary of Anne Frank, detailed chapter-wise story, analysis, themes and Holocaust context, അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു PPT-ക്കകത്ത് നോക്കുന്നത്. അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഇത് ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റ് തൊട്ട് തന്നെ തുടങ്ങാം. മെയിൻ ക്യാരക്ടേഴ്സ് ആൻ ഫ്രാങ്ക് ആണ്. ആൻ ഫ്രാങ്ക് ഒരു 13-year-old ജൂയിഷ് ഗേൾ ആണ്. ആ കുട്ടിയാണ് ഡയറി എഴുതുന്നത്. ആ കുട്ടിയുടെ ഡയറിയുടെ പേര് കിറ്റി എന്നാണ് കേട്ടോ. പിന്നെ ഇന്റലിജന്റ് ആണ്, ക്യൂരിയസ് ആണ്, വിറ്റി ആണ്, ഇമോഷണലി ഇൻസൈറ്റ്ഫുൾ ആണ്, ഒരു പ്ലേഫുൾ ടോക്കറ്റീവ് ഗേൾ ആണ്. പിന്നീട് നമുക്ക് ഡയറി വായിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് പ്രോഗ്രസ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദിസ് ലിറ്റിൽ ഗേൾ ഹാസ് ട്രാൻസ്ഫോംഡ് ഹെർസെൽഫ് ഇൻടു എ തോട്ട്ഫുൾ യങ് വുമൺ. ആ ഹോളോകോസ്റ്റ് എക്സ്പീരിയൻസ് ഈ കുട്ടിയെ ഒരു യങ് വുമൺ ആക്കി. അതിന് അത്രയും മെച്യൂരിറ്റി എന്ന് നമുക്ക് ആ ലാസ്റ്റ് ഡയറി വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ ഒരു ഗേളിൽ നിന്ന് എങ്ങനെയാണ് ഒരു തോട്ട്ഫുൾ യങ് വുമൺ ആയിട്ട് ഈ കുട്ടിയുടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നതെന്ന്. ഡയറിയെ കിറ്റി എന്നാണ് വിളിക്കുന്നത്. അവളുടെ ഫിയേഴ്സ്, അവളുടെ ഡ്രീംസ് ആൻഡ് റിഫ്ലക്ഷൻസ് എല്ലാം ഡയറിക്ക്. ഓട്ടോ ഫ്രാങ്ക് ആണ് അടുത്ത ക്യാരക്ടർ. ഫാദർ ആണ് ആൻ ഫ്രാങ്കിന്റെ. ബിലവഡ് ഫാദർ ആണ്. only member of the family to survive the holocaust. കാം ആണ്, വൈസ് ആണ്. ആനിന്റെ അത് ഇമോഷണൽ ആങ്കർ അല്ലെങ്കിൽ സപ്പോർട്ട് ആണ് ഇദ്ദേഹം. ആൻഡ് എഡിത്ത് ഫ്രാങ്ക് എന്നാണ് അമ്മയുടെ പേര്. ആന്റെ മദർ ആണ്. ആൻ ഓഫൺ അമ്മയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഡയറിക്കകത്ത്. എന്നാലും എന്താണ്, ഷി ട്രൈസ് ടു മെയിൻറ്റെയിൻ പീസ്. പക്ഷെ ആന്റെ റിബല്യസ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് അമ്മയ്ക്ക് ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. ആൻഡ് സീനസ് ഇമോഷണലി ഡിസ്റ്റന്റ് ആണ് ആനുമായി. പിന്നെ മാർഗറ്റ് ഫ്രാങ്ക് സിസ്റ്റർ ആണ്. ഓൾഡർ സിസ്റ്റർ ആണ്. ക്വയറ്റ് ആണ്, സ്റ്റുഡിയസ് ആണ്, ഒബീഡിയന്റ് ആണ്. ആൻഡ് ആന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഒരു ഓവർ ഷാഡോയിങ് ഫിഗർ ആയിട്ടാണ് ആനിന് തോന്നുന്നത്. പക്ഷെ ആ ഹൈഡിങ് ടൈമിൽ ഇവർ കുറച്ച് മാറുന്നുണ്ട്. പിന്നെ ഹെർമൻ വാൻ ഡാൻ ആണ്, അതായത് മിസ്റ്റർ വാൻ ഡാൻ. അദ്ദേഹത്തിന്റെ റിയൽ നെയിം ഹെർമൻ വാൻ പെൽസ് എന്നാണ്. ഒരു ബിസിനസ് അസോസിയേറ്റ് ആണ് ഓട്ടോ ഫ്രാങ്കിന്റെ. സീക്രട്ട് അനക്സിലുള്ള ഇതൊക്കെ ഷെയർസ് ദ സീക്രട്ട് അനക്സ് വിത്ത് ദ ഫ്രാങ്ക്സ്. എന്നിട്ട് എന്താണ്, ഭയങ്കര ഗ്രംബ്ലിംഗ് ആണ് ഇയാള്, കുറച്ച് ആർഗ്യുമെന്റേറ്റീവ്, ഫുഡ് ഒബ്സസ്. പിന്നെ മിസ്സസ് വാൻ ഡാൻ, റിയൽ നെയിം അഗസ്റ്റ് വാൻ പെൽസ് എന്നാണ്. വളരെ പ്രൗഡ് ആണ്, ഡ്രമാറ്റിക് ആണ്. ആനുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. വളരെ പ്രൊട്ടക്റ്റീവ് ആണ് അവരുടെ പൊസഷൻസിലൊക്കെ. എസ്പെഷ്യലി ഫർ കോട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ കൊണ്ടാണ് ഇവർ നടക്കുന്നത്. പീറ്റർ വാൻ ഡാൻ എന്ന് പറയുന്നതാണ് അടുത്ത ക്യാരക്ടർ. പീറ്റർ വാൻ പെൽസ് എന്നാണ് റിയൽ നെയിം. ഷൈ ടീനേജ് സൺ ഓഫ് വാൻ ഡാൻ ആണ്. ഓക്വേർഡ് ആണ് ആനിന്റെ അടുത്ത്. പക്ഷെ ലേറ്റർ വളരെ ക്ലോസ് ഫ്രണ്ടും കോൺഫിഡന്റും ആയിട്ട് മാറുന്നുണ്ട് ആനിന്റെ. ടീനേജ് ആ ഒരു ആനുമായിട്ട് ഒരു ടീനേജ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു കമ്പാനിയൻഷിപ്പ് ആൻഡ് കംഫർട്ട് ഓഫർ. ഫ്രിറ്റ്സ് പ്ലഫർ ആണ്, അതായത് മിസ്റ്റർ ഡെസൽ ആണ് അടുത്ത്. ഒരു ഡെന്റിസ്റ്റ് ആണ്. ഈ ഒരു സീക്രട്ട് അനക്സിൽ പിന്നീട് അയാൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആനുമായിട്ട് റൂം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും വഴക്കായിരുന്നു ആനുമായിട്ട്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആൻഡ് ഇനി നമുക്ക് ഡയറി എൻട്രിയിലോട്ട് പോവാം. ജൂൺ 12 ജൂലൈ 5 1942 ബിഫോർ ഹൈഡിങ്ങിലുള്ള എപ്പിസോഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആന് ഒരു ഡയറി കിട്ടി അവളുടെ 13ാമത്തെ ബർത്ത്ഡേയുടെ അന്ന്. ആൻഡ് ഷീ നെയിംസ് ദ ഡയറി എസ് കിറ്റി. So she describes her family, her school life, friends and Jewish restrictions എല്ലാം ആ ഡയറിക്കകത്ത് പറയുന്നുണ്ട്. ആംസ്റ്റർഡാമിലാണ് ഇവർ താമസിക്കുന്നത്. സോ അത് നാസി ഒക്കുപ്പൈഡ് ആയി. സോ അവിടെയുള്ള ജൂതന്മാർക്കുള്ള റെസ്ട്രിക്ഷൻസ്, ജൂതന്മാര് എന്താണ് യെല്ലോ സ്റ്റാർസ് അവരുടെ ക്ലോത്ത്സിൽ വെയർ ചെയ്യണം, അവരെ തിരിച്ചറിയാൻ വേണ്ടി കർഫ്യൂസ് ഫോളോ ചെയ്യണം, പബ്ലിക് സ്പേസിൽ അവോയ്ഡ് ചെയ്യണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. ആൻഡ് അമ്മയ്ക്ക് ഒരു നാസീസിന്റെ കയ്യിൽ നിന്നൊരു കോള് വരുന്നുണ്ട്. അങ്ങനെ ഫാമിലി എന്ത് ചെയ്യാണ്, ഹൈഡ് ചെയ്യാൻ വേണ്ടി. ജൂലൈ 6 നവംബർ 1942 ഈ ഒരു സീക്രട്ട് അനക്സിലോട്ട് ഇവർ ജോയിൻ ചെയ്യുവാണ്. ഫ്രാങ്കിന്റെ ഫാമിലി ഒരു കൺസീൽഡ് സ്പേസ് ഓട്ടോ ഫ്രാങ്കിന്റെ ഓഫീസിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുവാണ്. അവരുടെ കൂടെ വാൻ ഡാനിന്റെ ഫാമിലിയും കൂടെ വരുന്നു. ഡെയിലി ലൈഫ് വളരെ റിജിഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈലന്റ് ആണ്. ആൻഡ് അവർ ട്രസ്റ്റഡ് ഓഫീസ് എംപ്ലോയീസിനെ മാത്രമേ ട്രസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഫുഡിനും ന്യൂസിനും സേഫ്റ്റിക്കും വേണ്ടി. ആൻഡ് ഈ കൺഫൈൻമെന്റ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങോട്ട് ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നിൽക്കാൻ പറ്റും. 3rd December 1942 to December 1943 ഈ ലൈഫ് ഇൻ ഹൈഡിങ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഡസൽ ഒരു ഡെന്റിസ്റ്റ് ജോയിൻ ചെയ്യുന്നു. ആൻ അയാളുമായിട്ട് റൂം ഷെയർ ചെയ്യുന്നു. അവർ തമ്മിൽ വഴക്കാവുന്നു. ആൻ കുറച്ചും കൂടി ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ട് മാറുന്നുണ്ട്. അവളുടെ ഐഡന്റിറ്റിയെ കുറിച്ചും സറൗണ്ടിങ്സിനെ കുറിച്ചൊക്കെ ഒരു ബോധം വരുന്നുണ്ട് ആ കുട്ടിക്ക്. ആനും ആന്റെ അമ്മയും തമ്മിൽ വഴക്കാവുന്നുണ്ട്. കുറച്ചും കൂടി അപ്പൊ ആ കുട്ടി അച്ഛനുമായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആവുന്നു. ഡയറിയുമായിട്ടും അറ്റാച്ച്ഡ് ആവുന്നു. ഒരു ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്നുള്ള പേടി ആ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ഹൈഡ് ഔട്ടിൽ ഇങ്ങനെ എല്ലാവർക്കും പേടിയായിക്കൊണ്ടിരിക്കുവാണ്. എന്ന് വെച്ചാൽ ബോംബിങ്സ്, ഹങ്കർ, മെന്റൽ സ്ട്രെയിൻ ഇതൊക്കെ അവർ ഫേസ്. പിന്നെ 4th ജാനുവരി തൊട്ട് മാർച്ച് 1944 വരെ ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് കണക്ഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് പീറ്റർ വാൻ ഡാനുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. അവർ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് ഇമോഷണൽ സപ്പോർട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ആൻഡ് അവളുടെ അമ്മയെ ബെറ്റർ ആയിട്ടും കുറച്ചും കൂടി മെച്ചുവേർഡ് ഇമോഷണലി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് എഴുതാൻ തുടങ്ങി ഡയറിയിൽ. ഫ്യൂച്ചർ പബ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ആ പാവ എഴുതി തുടങ്ങിയത്. വുമൺഹുഡിനെ കുറിച്ചും ലവിനെ കുറിച്ചും അവളുടെ ജൂയിഷ് ഐഡന്റിറ്റിയെ കുറിച്ചും അവളുടെ അംബീഷൻസ് ആൻഡ് ഡ്രീമിനെ കുറിച്ചും ഒക്കെ ഡയറി. ഏപ്രിൽ ടു ഓഗസ്റ്റ് 1944 ഹോപ്പും ടെൻഷനുമാണ്. അതായത്
ഈ അലൈഡ് ഫോഴ്സസ് വന്ന് ഇവരെ ലിബറേറ്റ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ഇവർ അറിയുവാണ്. ഫിയർ ആൻഡ് ഹാർഡ്ഷിപ്പ് ഉണ്ടെങ്കിലും ഹ്യൂമൻ ഗുഡ്നസ് ഒരു ഫെയ്ത്ത് ഇവരെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ അനക്സ് ആരോ ബർഗ്ലറൈസ് ചെയ്യുവാണ് ആൻഡ് അവർ ഡിസ്കവർ ചെയ്യുമെന്ന് പേടിച്ചിരിക്കുവാണ്. ലാസ്റ്റ് ഡയറി എൻട്രി എന്ന് പറയുന്നത് August 1, 1944 ആ ഒരു ഡീപ്പ് ഇൻട്രോസ്പെക്ഷനെ കുറിച്ചാണ് ആ പെൺകുട്ടി എഴുതുന്നതിനകത്ത്. August 4, 1944 ആഫ്റ്റർമത്തിനകത്ത് അനക്സ് ഒരു എന്താണ് റെയ്ഡ് ചെയ്യുവാണ്. ആരോ ടിപ്പ് ഓഫ് കൊടുത്തു, ആരോ ഒറ്റിക്കൊടുത്തിയാണ്. റെസിഡൻസിനെ അറസ്റ്റ് ചെയ്തു, ഡിപ്പോർട്ട് ചെയ്തു. ആനും മാർഗട്ടും ഇവൻച്വലി മരിക്കുന്നുണ്ട്. ഓട്ടോ ഫ്രാങ്ക് സർവൈവ് ചെയ്യുന്നുണ്ട്. അയാളാണ് ആന്റെ ഡയറി ലേറ്റർ പബ്ലിഷ് ചെയ്യുന്നത്. ഡയറിയാണ് കുറച്ചുകൂടി, അതായത് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റിമണീസ് ഓഫ് ഹോളോകോസ്റ്റ് ആയിട്ട് ഇപ്പോഴും അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റെ ഡയറി ഇവോൾവ് ചെയ്യുന്നത് ഫ്രം ലൈറ്റ് ഹാർട്ടഡ് സ്റ്റോറീസ് ടു വളരെ ഡീപ്പ് റിഫ്ലക്ഷൻസിലോട്ടും തോട്ട്സിലോട്ടും പോകുന്നുണ്ട്. ഫ്രം നമ്മളിപ്പോൾ ആ ഒരു ബിഗിനിങ് ടു ടുവേർഡ്സ് ദി എൻഡ് വരെയുള്ള ലാസ്റ്റ് ഡയറി എൻട്രി വരെ നോക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രം ബീങ് എ ഗേൾ ടു എ വുമൺ. ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ മെച്യൂരിറ്റി 2 വർഷത്തെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. ഐഡന്റിറ്റി, ഫിയർ, ഗ്രോത്ത് ആൻഡ് ഹ്യൂമാനിറ്റി. പിന്നെ കമ്മിങ് ഓഫ് ഏജ് ആണ്, അതായത് ആനിന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് അഡോളസൻസ് വരെയുള്ള കാര്യം ഉള്ളത് കൊണ്ട് ഇതൊരു കമ്മിങ് ഓഫ് ഏജ് വർക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെന്താണ്, ഫിസിക്കൽ ലിമിറ്റേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്നർ ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫാമിലിയിലും പിന്നെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ടെൻസ്ഡ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റിംഗിന്റെ പവറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു സർവൈവൽ ആൻഡ് റെസിസ്റ്റന്റ് തീം ഓഫ് വർക്ക് ആയിട്ട് ഇത് മാറിയിരിക്കുവാണ് അല്ലേ. പിന്നെ ഇതിനകത്ത് ഹോളോകോസ്റ്റ് തീം എന്ന് വെച്ചാൽ ജ്യൂസിനെ എങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ജൂതന്മാർക്ക് അവരുടെ റൈറ്റ്സ്, ഫ്രീഡം, ഡിഗ്നിറ്റി എങ്ങനെയല്ല നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫിയർ ഓഫ് ഡിസ്കവറി, അതായത് ഹൈഡ് ചെയ്യുമ്പോഴും ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കും, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആനിന്റെ വോയിസ്, പിന്നെന്താണ് ലോസ് ആൻഡ് മെമ്മറിയെ കുറിച്ച് പറയുന്നുണ്ട്. ഡയറിക്കകത്ത് ആനിന്റെ ലൈഫിനെ നമ്മൾ റിമെമ്പർ ചെയ്യുന്നു, ഓണർ ചെയ്യുന്നു ഫ്രം ദി എന്താ പറയാ ഈ ഒരു